ഇപ്പോൾ ശ്രീ അനിൽ വിളയിൽ കൂടിയുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ അനിൽ വിളയിൽ, ഇത് ഇപ്പോൾ ട്രംപിന്റെ കിറുക്കുകൾ ഒരുപാട് നമ്മൾ കണ്ടതാണ്. യുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ തന്നെ വളരെ 3 ആഴ്ച കൊണ്ട് യുദ്ധം തീർക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട ഒരു നേതാവാണ്. ഇപ്പോൾ യേശു ക്രിസ്തുവിനെ തന്നെ സ്വയം യേശു ക്രിസ്തുവായി വിശേഷിപ്പിച്ചുകൊണ്ട് പല അമേരിക്കൻ പതാക ബാക്ക്ഗ്രൗണ്ട് ആയിക്കൊണ്ട് കത്തോലിക്ക സഭയുടെയും മറ്റ് വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഏറ്റുവാങ്ങുന്നുണ്ട്. പിന്നീട് താൻ ഡോക്ടറാണ് എന്നൊക്കെയുള്ള അവകാശവാദം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്ത് മനസ്സിലാക്കണം? ഒരു ലോക നേതാവിന് സംഭവിച്ച എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? തീർത്തും അപഹാസ്യമായ രീതിയിലാണ് അദ്ദേഹം ഇടപെടുന്നതെന്നാണ് കഴിഞ്ഞ കാലത്തെ കുറെ പ്രവർത്തികൾ കാണിക്കുന്നത്. കാരണം ഈ യുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം വികാരപരമായിട്ടാണോ അതോ ബുദ്ധിപരമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നതാണോ എന്ന് മനസ്സിലാകുന്നില്ല. ഇത് തീർത്തും ഒരു കാർട്ടൂൺ പോലെയാണ് പൊതുസമൂഹത്തിന് തോന്നുന്നത്. ഒരു കാർട്ടൂൺ കാരിക്കേച്ചർ പോലെയുള്ള ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നുന്നു. അദ്ദേഹം ഈ പോസ്റ്റ് ചെയ്ത ഉടൻ തന്നെ പിൻവലിച്ചത്, ബുദ്ധിയുള്ള ആരെങ്കിലും അദ്ദേഹത്തിനോട് ചിലപ്പോൾ ഉപദേശിച്ച് കാണും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പിൻവലിച്ചത്. ഈ യുദ്ധം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ക്രൈസ്തവ ബോധമായിരിക്കാൻ ചിലപ്പോൾ ഒരു പരിധിവരെ അത്തരത്തിൽ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത്. കാരണം ക്രിസ്തുവും ഞാനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ള ഒരു സന്ദേശം കൂടി അതിന്റെ പിറകിലുണ്ടെന്ന് തോന്നുന്നു. വേറെ എന്ത് പറയാനൊക്കും അതിനകത്ത്? കാരണം ലോകത്തിനെ സമാധാനമില്ലായ്മയിലാക്കുന്നതിൽ ഒരു നിർണായകമായ പങ്ക് അദ്ദേഹം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം യുദ്ധത്തിന്റെ കാരണങ്ങൾ പലതാകാം, പക്ഷെ യുദ്ധത്തിന്റെ കെടുതികളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു കോപ്രായം കാണിച്ചതിനകത്ത് ഒരു ശരികേടുണ്ട്. ശരി, നന്ദി ശ്രീ അനിൽ വിളയിൽ താങ്കളുടെ പ്രതികരണത്തിന്. ഏതായാലും ലോകമെമ്പാടും വലിയ ചർച്ചയായിരിക്കുകയാണിത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.